അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. റുസീന ബീവി എന്ന ഒരു സഹോദരിയുടെ മരണമുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ ഇതുപോലുള്ള മരണ വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. നമ്മളൊക്കെ എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് മരണപ്പെട്ടു പോവുക എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഏതവസ്ഥയിലാണ്, എവിടെ വെച്ചാണ്, പടച്ച റബ്ബിന് മാത്രമേ അറിയൂ. പടച്ച റബ്ബ് മരിക്കുന്ന നേരത്ത് നമ്മുടെയൊക്കെ കൽബിൽ ഈമാൻ നിലനിർത്തി തട്ടെ. ഇന്ന് പുലർച്ചെ കേട്ട വാർത്തയായിരുന്നു ഇത്. ചില മരണ വാർത്തകൾ നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ താമസിച്ചു പോകുന്നത് ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ സ്റ്റക്കായി പോകാറുണ്ട്. അതാണ്, നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യില്ലേ? അപ്രതീക്ഷിതമായ മരണമാണ് നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിക്കുന്നത്. നമ്മുടെ കൂടെ എന്നും ഉണ്ടാകും എന്ന് കരുതുന്നവരൊക്കെ ഇന്ന് ഒരുപാട് പേര് ഇന്ന് ഖബറിലാണ്. പടച്ച റബ്ബ് അവരുടെയൊക്കെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ചാവക്കാട് തെക്കേഞ്ചേരി അമ്പലത്ത് വീട്ടിൽ ജനാബ് ഹനീഫ സാഹിബിൻ്റെ മകളും വെളിയങ്കോട് സ്വദേശി റഫീഖിൻ്റെ ഭാര്യയുമായ റുസീന ബീവി എന്ന 35 വയസ്സുകാരിയാണ് ഇതുപോലെ മരണപ്പെട്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റുസീന ബീവിയുടെ മരണവാർത്ത പെട്ടെന്നൊന്നും ആളുകൾക്ക് ഉൾക്കൊള്ളാനാവില്ല. പക്ഷേ നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവും. മരണം എന്നുള്ളത് പടച്ച റബ്ബിൻ്റെ കഥയാണ്. ചിലപ്പോൾ ആ മരണം അവർക്ക് ഹൈറായിരിക്കാം. അപകട മരണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ പടച്ച റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് സമാധാനിക്കാം. സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. പടച്ച റബ്ബ് അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നൽകുമാറാകട്ടെ. മരണത്തിന് ഓരോ കാരണങ്ങളാണ്. മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. നമുക്കൊക്കെ പറഞ്ഞു നടക്കാൻ ഒരു കാരണം, ഇന്നാള് ഇങ്ങനെ മരണപ്പെട്ടു എന്ന്. റുസീന ബീവി ഏറെ സന്തോഷത്തോടെ ഭർത്താവിനോടൊപ്പം മണത്തല നേർച്ചയ്ക്ക് പോയതായിരുന്നു. നേർച്ചയൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴിക്കായിരുന്നു മരണത്തിൻ്റെ രൂപത്തിൽ ആ ഒരു അപകടം കാത്തുനിന്നത്. ഇന്ന് ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെ ഗുരുവായൂരിൽ വെച്ചായിരുന്നു അപകടം നടക്കുന്നത്. മണത്തല നേർച്ചയൊക്കെ കണ്ട് ഏറെ തൃപ്തിയോടെ ഭർത്താവിൻ്റെ ബൈക്കിൽ ഇവരുടെ താമസ സ്ഥലമായ ഗുരുവായൂരിലേക്ക് പോകുന്നതിനിടെ തെക്കേ നടയിലെ സുരഭി ഹാളിന് സമീപം വെച്ച് ഇവർ സഞ്ചരിച്ച ബൈക്കിൻ്റെ നിയന്ത്രണം വിട്ടുപോവുകയാണ്. നിയന്ത്രണം വിട്ട ബൈക്ക് ഒരു ഇലക്ട്രിക് പോസ്റ്റിന് ഇടിക്കുകയായിരുന്നു. ഇടിച്ച ഉടനെ 2 പേരും തെറിച്ചു വീണു. റോഡിൽ പരിക്കേറ്റ നിലയിൽ കിടക്കുകയായിരുന്നു. ഇരുവരെയും പോലീസ് എത്തിയാണ് ആംബുലൻസിനെ വരുത്തിക്കുന്നതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും. ഗുരുതരമായി പരിക്കേറ്റ റുസീനയെ ആശുപത്രിയിൽ എത്തിച്ചതും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. റഫീഖിനാണെങ്കിൽ കൈക്ക് പരിക്കുണ്ട്. പടച്ച റബ്ബ് ആ സഹോദരന് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ, അവിടെ നിന്ന് സലാമത്താക്കി കൊടുക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എത്രമാത്രം ഉണ്ടാകുമെന്ന് നമുക്കറിയാം, പടച്ച റബ്ബിനും അറിയാം. പടച്ച റബ്ബ് അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. സഹിക്കാനുള്ള സഹനശക്തി കൊടുക്കുമാറാകട്ടെ. മനസ്സിന് കട്ടി നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരും ദുആ ചെയ്യുക. ഇന്ന് ഏറ്റവും കൂടുതൽ അപകട മരണങ്ങളാണ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. മരണം പടച്ച റബ്ബിൻ്റെ കഥയാണ്. പക്ഷേ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും കാക്കുമാറാകട്ടെ. നമ്മൾ എന്നും ദുആ ചെയ്യുന്നതും അത് തന്നെയാണ്. അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും കാക്കട്ടെ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പടച്ച റബ്ബ് നൽകുമാറാകട്ടെ. അർഹമുറാഹിമായ റബ്ബെ, പടച്ച റബ്ബെ, റുസീന ബീവി എന്ന ഈ ഒരു സഹോദരി നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ. പടച്ച റബ്ബെ, ഇവർക്ക് നീ മഹ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബെ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബെ. ഇവരുടെ കുടുംബത്തിന്, ഇവരുടെ ഭർത്താവിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. പടച്ച റബ്ബെ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ അള്ളാഹുവെ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.